എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കേട്ടറ്റ് സൈക്കോളജി പോർഷനിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കേട്ടറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ അറിയാം, ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്നൊരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന രീതിക്കല്ല ചോദിക്കാറ്, മറിച്ച് കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ട് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയാറ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി, അതിൽ വരുന്ന ടൈപ്പ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു പേര് തന്നെ വ്യക്തമാണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പം അതായത് ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ വിചാരിച്ചതുപോലെ പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം മറ്റുള്ള കുട്ടികളെ പോലെ ആ കുട്ടിക്ക് വിചാരിച്ച ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ പഠന വൈകല്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെ ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ വരുന്നത് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ. ഒന്നാമത്തെ കണ്ടീഷനാണ് ഡിസ്ലെക്സിയ. എന്താണ് ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ലേണിംഗ് ഡിസബിലിറ്റി ക്യാരക്ടറൈസ്ഡ് ബൈ എ സിവിയർ ഇമ്പയർമെൻറ്റ് ഇൻ ദ എബിലിറ്റി ടു റീഡ്. അതായത് വായിക്കാനുള്ള അല്ലെങ്കിൽ വായനയായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. റീഡിംഗ് ഡിസബിലിറ്റി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടീനോട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ വേർഡ്സൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മേ ബി നന്നായിട്ട് വായിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്ലെക്സിയ എന്ന ടേം രണ്ട് വേർഡിൽ നിന്നാണ് കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടായത്. അതായത് ജർമ്മൻ വേർഡായ ഡിസ് എന്നതും ഗ്രീക്ക് വേർഡായ ലെക്സിസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡിസ്ലെക്സിയ എന്നൊരു ടേം ഉണ്ടായത്. അപ്പോൾ ഈ ഡിസ് എന്ന ടേമിന് അർത്ഥം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതേപോലെ ലെക്സിസ് എന്ന് വെച്ചാൽ വേർഡ് ഓർ സ്പീച്ച്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് വരുന്നത് ഡിഫിക്കൽട്ടി വിത്ത് വേർഡ്സ്. അതാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ ആണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ്. അതായത് കുട്ടിക്ക് വിചാരിച്ചതുപോലെ എഴുതാനായിട്ട് സാധിക്കില്ല. ഇപ്പം മേ ബി എക്സാമിനൊക്കെ കുട്ടിക്ക് ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലുണ്ടാവും, പക്ഷേങ്കിൽ ആ കാര്യങ്ങൾ നന്നായിട്ട് എഴുതി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് ഡിഫിക്കൽട്ടി വിത്ത് സ്പെല്ലിംഗ്, ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് എക്സ്പ്രസിങ് തോട്ട്സ് ഓൺ പേപ്പർ. എഴുതി കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കഴിയില്ല. ആ ഒരു കണ്ടീഷനാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്കാൽക്കുലിയ. അപ്പോൾ ആ ഒരു ടേമിൽ നിന്ന് തന്നെ മനസ്സിലാവുക എന്താണ് ഡിസ്കാൽക്കുലിയ എന്നത്. കാൽക്കുലിയ എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ലേണിംഗ് ഡിസോർഡർ വേർ ദ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇസ് ഫാർ ബിലോ എക്സ്പെക്റ്റഡ് ഫോർ എ പേഴ്സൺസ് ഏജ്, ഇൻ്റലിജൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ കുട്ടിക്ക് മാത്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതാണ് ഡിസ്കാൽക്കുലിയയിൽ പറയുന്നത്. ഇപ്പം നമ്മൾ ഓരോ പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അതിനനുഭവപ്പെടുന്ന ഡിഫിക്കൽറ്റിയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. നാലാമത്തത് നോക്കാം. നാലാമത്തത് ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ഈ ഒരു ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ മോട്ടോർ സ്കില്ലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചലന വൈകല്യം എന്ന് പറയും. അപ്പോൾ കുട്ടിക്ക് വിചാരിച്ചപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടീൻ്റെ കയ്യിൽ ഒരു പേപ്പർ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സിസർ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വിചാരിച്ച ഒരു ഷേപ്പിൽ, നമ്മൾ പറഞ്ഞ ആ ഒരു ഷേപ്പിൽ മേ ബി കുട്ടിക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതായത് ആ കൈയിൻ്റെ ഒരു മോഷൻ എന്ന് പറയുന്നത് കുട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കാനുള്ളത് ഡിസ്ഫേസിയ ആണ്. എന്താണ് ഡിസ്ഫേസിയ എന്ന് പറയുന്നത്?
ഡിസബിലിറ്റി വിത്ത് ലാംഗ്വേജ് ആണ് ഡിസ്ഫേസിയ എന്ന് പറഞ്ഞാൽ. അതായത് ചില കുട്ടികൾക്ക് ആ കുട്ടി ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അതേപോലെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗും കൂടെ ഇൻക്ലൂഡ് ചെയ്യും അതിൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷനും അതേപോലെ മെയിനായിട്ട് കമ്മ്യൂണിക്കേഷനാണ് അതിൽ വരുന്നത്, ഡിസ്ഫേസിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മനസ്സിൽ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിലും ആ കുട്ടി വിചാരിക്കുന്നത് പോലെ കറക്റ്റായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഡിസ്ഫേസിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നുള്ളത് നോക്കി. അതിൽ വരുന്ന ടൈപ്പ്, ഒന്നാമത്തത് ഡിസ്ലെക്സിയ പറഞ്ഞു, അതേപോലെ ഡിസ്ഗ്രാഫിയ പറഞ്ഞു, ഡിസ്കാൽക്കുലിയ പറഞ്ഞു, ഡിസ്പ്രാക്സിയ പറഞ്ഞു, ഡിസ്ഫേസിയ പറഞ്ഞു. അങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നും അതിൽ വരുന്ന 5 ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.